അതിൻ്റെ 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പുരുഷ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനമാണ് നാം വായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് മറിയ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരി, ഈ സഹോദരിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദൂതൻ്റെ എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. ദൂതൻ വന്ന് മറിയയ്ക്ക് വന്ദനം കൊടുക്കുകയാണ്. മറിയയെ വന്ദനം കൊടുത്തിട്ട് പറയുകയാണ്, കൃപ ലഭിച്ച പോലെ നിനക്ക് വന്ദനം. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ലഭിച്ചത് ദൈവം അറിഞ്ഞിട്ടാണ്. സ്തോത്രം. ആ മറിയയോട് പറയുകയാണ്, നിനക്ക് കൃപ ലഭിച്ചു. ദൂതൻ വന്ന് പറയുമ്പോൾ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഈ ദൂത് പറയുകയാണ്. സ്തോത്രം. അവിടെ ദൂതൻ ഇങ്ങനെ പറയുകയാണ്, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? സ്തോത്രം. ഒരു ദൂത് അവിടെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്നുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പുരുഷനുമായിട്ട് എനിക്ക് വിവാഹ ആലോചന അല്ലെങ്കിൽ കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദൂത് എങ്ങനെ നിവർത്തിക്കുമെന്ന് താൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന മറുപടിയാ, പുരുഷന്മാരുമായിട്ട് നിനക്ക് ബന്ധമില്ല, പക്ഷെ ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, മാനുഷികമായിട്ടുള്ള തലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ചില മേഖലകൾക്കകത്ത് വിടുതലുകൾ കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുക, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ അവൻ ശക്തനായെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം തട്ടി ദൈവത്തിനൊന്ന് നന്ദിയെ കൈമാറിയാട്ടെ. ഇത് പറയുമ്പോൾ തന്നെ ആത്മാവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. മാനുഷികമായിട്ടുള്ള മേഖലകളിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം, ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുക, നീ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞ് ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും? കാര്യം ഈ കേട്ട ദൂത് ചെറിയ ദൂതല്ല, വലിയൊരു ദൂതാണ്. സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ അതിൻ്റെ 31-ാം വാക്യം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കണം, അവൻ വലിയവനാകും. സ്തോത്ര. അടുത്ത ദൂത് പറയുകയാണ്, അത് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും ഒരു രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല. ഇത്രയും കാര്യം അറിയിച്ചോ കേട്ടപ്പോഴാ പറയുന്നത്, ഇതുമായിട്ടൊരു ബന്ധമില്ല എനിക്കിപ്പോൾ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ അകത്ത്, യഹൂദ ഗ്രഹത്തിൻ്റെ അകത്ത് പിറന്നൊരു സഹോദരി എന്ന പേര് മാത്രമേ തനിക്കുള്ളൂ. പക്ഷെ ദാവീദുമായിട്ടോ ദാവീദിനോട് ബന്ധപ്പെട്ടായരുമായിട്ടോ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും തനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയാ, നീ കേട്ട ദൂത് വലിയതാണെങ്കിലും നിവർത്തിക്കുന്നവൻ വലിയവനത്രേ. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തിയോടെ പറയുന്നു, കേട്ട ദൂത് വലിയതാണെങ്കിൽ അവൻ വലിയവനായത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുക എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ.
വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു അഭിഷേകത്തോടെ ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഞാൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. കേട്ട ദൂത് വെച്ച്, ഹല്ലേലൂയ, കേട്ട കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം ഇടപെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ ഇതെല്ലാം ലോറിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ദൈവം എന്നെ ഉപയോഗിക്കുമെന്നോ അല്ലെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണെന്നൊക്കെ ദൂത് കേട്ടത്. സ്തോത്രം. അന്നത്തെ സമയത്ത് സാഹചര്യം വെച്ച് ഹല്ലേലൂയ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെയോ ഒരു ഭാഗത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാത്ത എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ദൂതുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. സ്തോത്രം. രാജ്യങ്ങളിൽ ദൈവം അയക്കോ, ഭൂഖണ്ഡങ്ങളുടെ നടുവിൽ ദൈവം നിർത്തും, രാജ്യങ്ങളോട് ദൂത് അറിയിക്കും. ഇങ്ങനെയൊക്കെ ദൂത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി തലയ്ക്കകത്തായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലായതുകൊണ്ട് പറയുന്ന കാര്യം ഭൗമികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. ഭൗമികമായിട്ട് ഈ ദൂതിന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിടുതലോ അല്ലെങ്കിൽ ഈ ദൂതിനോട് ബന്ധപ്പെട്ട് ഒരു സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് പറയുക, സാഹചര്യം നോക്കി ദൂത് പറയുന്നവനല്ല എൻ്റെ കർത്താവ്. സാധ്യതകളില്ലാത്തടത്ത് ദൂത് പറയുന്നവനാ എൻ്റെ കർത്താവ്. മച്ചിയായിരുന്നവർക്ക് ഇത് 6-ാം മാസമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥമെന്നാ? ഒരിക്കലും സാധ്യതയില്ലാത്തടത്തുനിന്ന് ദൈവം തലമുറയെ നൽകിയെങ്കിൽ എന്തുകൊണ്ട് നിനക്കിത് സാധ്യതയില്ലാത്തടത്ത് നടക്കത്തില്ല? ഹല്ലേലൂയ. സ്തോത്രം. ഒരു സാധ്യതയില്ലാത്ത എലിശബത്തിന്റെ വീടിൻ്റെ അകത്ത് തലമുറയെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവപൈതലിനെ നോക്കി ആത്മാവ് പറയുന്ന ഒരു ദൈവശബ്ദമുണ്ട്. സാധ്യതയില്ലാത്തടത്ത് സാധ്യതകളെ വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടെ ചലിക്കുകയാ. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ പറയാ, നീ ആ സക്കറിയാവിൻ്റെ എലിശബത്തിന്റെ വീട്ടിലോട്ട് നോക്ക്, ആ വീട്ടിലോട്ട് നോക്ക്. അവരുടെ ഒരു നിന്ദയായ വിഷയമുണ്ടല്ലോ. ഹല്ലേലൂയ. തലമുറയില്ലാത്ത ഈ വിഷയം, ഈ പ്രശ്നത്തെ നോക്കിയിട്ട് നിനക്കും നാട്ടുകാർക്കും ഒക്കെ ഒരുപോലെ അറിയാവുന്നൊരു കാര്യമാ. മറുപടി കിട്ടാത്ത വിഷയമാ, വിടുതൽ നടക്കാത്ത വിഷയമാ, പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം വെളിപ്പെടാത്ത വിഷയമാ. പക്ഷെ ദൈവം പറയാ, ആ വിഷയത്തിന് പരിഹാരമായിട്ട് 6 മാസം കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുക, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെട്ട് കഴിഞ്ഞു. നിന്റെ വിടുതലിന്റെ സമയം അടുത്തു കഴിഞ്ഞു. നിന്നോട് ബന്ധപ്പെട്ട ദൈവപ്രവൃത്തികളുടെ സമയം ആഗതമായി കഴിഞ്ഞു. രാമൻ പറഞ്ഞേ, 2024 ഇനി ദൂത് കേൾക്കുന്ന വർഷമല്ല, ദൂതുകൾ നിവർത്തിക്കുന്ന വർഷമാണ്. സ്തോത്രം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ദൂത് കേൾക്കുന്ന വർഷമല്ല, ദൂത് നിവർത്തിക്കുന്ന വർഷമാണ്. സ്തോത്രം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിഷേകത്തോടെ പറയാ, ആ ദൂത് നിവർത്തിക്കാൻ അവൻ ശക്തനായതുകൊണ്ടാ ആ ദൂത് അവൻ പറയാൻ കാര്യം. ഹല്ലേലൂയ. ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ട ദൂതുകൾ മാനുഷികമായിട്ടുള്ള ഒരു ആശ്വാസമല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളുടെ കയ്യിലുള്ള സ്തോത്ര കാഴ്ചകൾ അടിച്ചു മാറ്റാനോ പാസ്റ്റർമാർ കണ്ട ഒരു കാര്യമല്ല. മറിച്ച് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത്, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവം എന്ത് ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ തലമുറയെ ചുറ്റി എത്ര പൈശാചിക മേഖലകൾ വ്യാപരിച്ചാലോ, എത്ര പൈശാചിക മേഖലകൾ കൊടികുത്തി വാഴാലോ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അഴിച്ചു പുറത്തു കൊണ്ടുവന്ന് കെട്ടഴിച്ചു നടക്കുമാറാക്കിയതുപോലെ ഒരു ദൈവ പ്രവൃത്തി നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറുകയാ. സ്തോത്രം പറഞ്ഞേ. ഒന്ന് അഭിഷേകത്തോടെ വാതുറന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ചിലതൊക്കെ കേട്ടഴിഞ്ഞ് നടക്കാൻ പോകുക. ഈ 2024 ഏപ്രിൽ മാസം പ്രാരംഭ സൺഡേയിൽ ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു. കെട്ടഴിഞ്ഞ് നടക്കാൻ പോകുക. കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പോകാനല്ല ഞാൻ പറയുന്നത്, കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടഴിക്കാനും ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അവിടെ കെട്ടുണ്ട്, ഇവിടെ പൂട്ടുണ്ടെന്ന് പറയാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, കെട്ടിയ അഴിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. എല്ലാ നാമത്തെക്കാളും മേലായ നാമമായ യേശുവിന്റെ നാമം ഇന്ന് പകൽ ബന്ധനങ്ങൾ അഴിയുക.
ഞാനിങ്ങനെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഒരു ദൈവദാസൻ, പേര് പറയത്തില്ല, സ്ഥലം പറയത്തില്ല, പക്ഷേ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് വിളിച്ചു. ആ ചർച്ചിനോട് ബന്ധപ്പെട്ട് അവൻ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായത് വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ അവിടെ വിശ്വസ്തയോടെ നിന്ന് ആരാധിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെല്ലാം തീരുമാനമെടുത്ത് മറ്റൊരു ദൈവദാസനെ കൊണ്ടുവരാ. ആ ദൈവദാസനെ കൊണ്ടുവന്ന് മീറ്റിംഗ് വെച്ചു. നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രവചനങ്ങളെല്ലാം ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്നിട്ട് ഒരു വെളിപ്പാട് പറഞ്ഞു സഭയോട്. ഈ സഭയുടെ വാതിലിൽ അല്ലെങ്കിൽ സഭയുടെ ഗേറ്റിന്റെ വാതിൽക്ക് ആരോ കൊണ്ട് എന്തോ സാധനം കുഴിച്ചിട്ടത് കൊണ്ടാണ് സഭയ്ക്കകത്ത് വിടുതൽ നടക്കാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കുറേ വർഷങ്ങളായി കുറേ ദൈവദാസന്മാർ വന്നു പറയുന്നുണ്ട്, സ്തോത്രം, ഇവിടെ കെട്ടുണ്ട്, അവിടെ പൂട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ കെട്ട് വെളിപ്പെടുത്തുക മാത്രമല്ല, വെളിപ്പെട്ട കെട്ട് അഴിക്കുകയും കൂടെ ചെയ്യാൻ അഭിഷേകമുണ്ടായിരിക്കണം. കെട്ടുണ്ടെന്ന് പറഞ്ഞു വിടുന്നവരല്ല. ഇന്ന് പകക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്നെ കെട്ടിയ കെട്ടുകളെ അഴിക്കാൻ അഭിഷേകമുണ്ട്. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, യേശുവിൽ വിശ്വസിച്ച ഒരത്ഭുതം നടന്നിരിക്കും. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിർബന്ധിക്കുന്ന ഒരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്: ചിലർ കെട്ടഴിഞ്ഞ് നടക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മുടെ ഈ പഴമക്കാരൊക്കെ പറയും നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കും ലകാനും കാണാതെ അങ്ങ് പോകുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ വിശാലമായ അതുപോലെ സഞ്ചരിക്കും. സ്തോത്രം പറഞ്ഞേ, ഭൂമിയുടെ അറ്റത്തോളം ദൈവം നമ്മളെ അയക്കുമെന്നാണ് വചനം പറഞ്ഞേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് നിങ്ങൾ പരിധിയിടരുത്. സ്തോത്രം പറഞ്ഞേ, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ആരെ കൊണ്ടും പരിധിയിടാൻ ദൈവം അനുവദിക്കത്തുമില്ല. സ്തോത്രം പറഞ്ഞേ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകാനാണ്, ഭൂമിയിൽ ഒരു വെളിച്ചമാകാനാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാനാണ്. അതുകൊണ്ട് ഞാൻ പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തെ ഞാൻ പറഞ്ഞ ദൂതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഞാനിങ്ങനെ പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. അവൻ ആ വാക്കൊന്ന് വായിച്ച് ഞാൻ തീർക്കട്ടെ. ഹല്ലേലൂയ. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, ദൂതൻ അവരോട്, ഹല്ലേലൂയ, നീ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കണ്ടോ, അടുത്ത വാക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ദൂതൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം. പഴയ നിയമ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുക. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിൻ്റെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നും പോയി അല്ല, പരിശുദ്ധാത്മാവ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങി വരികയാ. സ്തോത്രം. അടുത്ത വാക്ക് അങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതിൻ്റെ അർത്ഥം വന്നിട്ട് പോകുന്നല്ല. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. വന്ന സ്ഥിതി മാറും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകക്കാലം ആത്മാവ് ശക്തിയോടെ പറയുന്നു, സ്ഥിതി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക. ഈ ആലയത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുക. ഇന്ന് പകക്കാലം ഞാൻ പറയാ, ഇന്ന് പകൽ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി ആത്മാവ് ശക്തിയോടെ പറയുന്നു, നിന്റെ സ്ഥിതി മാറണോ, പരിശുദ്ധാത്മാവ് ഇറങ്ങണം, പരിശുദ്ധാത്മാവ് ഇറങ്ങണം. അടുത്ത വാക്ക്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടണം. സ്തോത്രം പറഞ്ഞേ. നിഴലടിച്ച വിടുതലാന്ന്. സ്തോത്രം പറഞ്ഞേ. ഇതുകൊണ്ടാണ് പൗലോസിൻ്റെ അല്ലെങ്കിൽ പത്രോസിൻ്റെ നിഴലിനും വിലയുണ്ടെന്ന് ദൈവം തെളിയിച്ചു കൊടുത്തേ. കാര്യം എന്നാ, സർവശക്തൻ്റെ നിഴൽ തൻ്റെ മേലടിക്കുമ്പോൾ തൻ്റെ നിഴലിൽ ചെന്ന് തട്ടുന്നവർക്കൊക്കെ സൗഖ്യമുണ്ടാകും. ഇന്ന് പകക്കാലം ഞാൻ പറയാം, അവൻ്റെ നിഴലിൻ കീഴിൽ ശരണം പ്രാപിച്ച ദൈവ പൈതലിനെ നോക്കി ആത്മാവ് പറയുന്നു, അവൻ്റെ നിഴൽ നിന്റെ മേൽ തട്ടിയ നിനക്കുള്ള വിടുതൽ നടക്കും. ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ഇന്ന് പകൽ ഒരു വിടുതൽ ദൈവാത്മാവ് തുറക്കുകയാ. അടുത്തൊരു വാക്ക് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ആമേൻ, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കേട്ടോ, ഹല്ലേലൂയ. ഒരു വിശുദ്ധ പ്രജ നിന്നിൽ നിന്നും പുറപ്പെടും. സ്തോത്രം പറഞ്ഞേ.
ഒരു തലമുറ എന്നല്ല പറഞ്ഞ, വിശുദ്ധ പ്രജ എന്നാ പറഞ്ഞ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ തലമുറയിൽ ഒന്നിനെ വിശുദ്ധ പ്രജയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുഞ്ഞിനെ ഒന്നിനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്തനാക്കി മാറ്റുക ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ അടച്ചാട്ടെ. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൂതിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവി, ഞാനിങ്ങനെ പറയാ, ഹല്ലേലൂയ, വിശുദ്ധ പ്രജ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്ത വാക്ക്, നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6 മാസം. അടുത്ത വാക്ക്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഞാൻ ഈ ദൂത് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ സ്ഥിരമായി പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, എലിശബത്തും ഈ മറിയെക്കുറിച്ചൊക്കെ മിക്കപ്പോഴും പറയുന്നത്. പക്ഷെ ഇവിടെ കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അസാധ്യങ്ങളെ സാധ്യമാക്കും. ഓ സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, ഒത്തിരി ടെൻഷനുകൾ നിങ്ങൾക്ക് കാണും, ഒത്തിരി പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് കാണും, ഒത്തിരി പ്രയാസങ്ങൾ നിങ്ങൾക്ക് കാണും, ഒത്തിരി ക്ഷീണങ്ങൾ നിങ്ങൾക്ക് കാണും, ഒത്തിരി രോഗങ്ങൾ നിങ്ങൾക്ക് കാണും, ഒത്തിരി ബലഹീനതകൾ നിങ്ങൾക്ക് കാണും. പക്ഷേ ഇച്ചിരി ദൈവശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ബലഹീനതകളെ പൊട്ടിക്കുന്ന ഒരു ദൈവശക്തിയെ ദൈവാത്മാവ് പകരാൻ പോകുക. കണ്ണുകൾ അടച്ചേ നമ്മൾ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ലീമ ശന്തന രഹസ്യ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. റീകൽ ബാർ ദിനി ഷബാനി